ഇനി കുറച്ച് സമയം നമുക്ക് വ്യക്തിപരമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വരദാനങ്ങളെല്ലാം ജ്വലിക്കുവാൻ അതിനാവശ്യമായ ഒരു വിശുദ്ധി നമുക്കുണ്ടാകുവാൻ വേണ്ടി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഈശോ പറഞ്ഞു, നിങ്ങളെ തന്നെ, തിരുവചനം പറയുകയാണ്, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഈശോ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവർ. ആ ഒരു ദാഹത്തോടെ നമുക്ക് ഈ നിമിഷം നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഈശോ പറഞ്ഞു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആദത്തിനോട് ദൈവം ചോദിക്കുന്നു, നീ എവിടെയാണ്, നീ എന്താണ് ചെയ്യുന്നത് എന്ന്. അതിനുത്തരമായി ഈശോ പറയുകയാണ്, ഇതാ ഞാൻ അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഞാൻ വന്നിരിക്കുന്നു. നമുക്കും ഇപ്രകാരം ഈശോയുടെ ഉത്തരം പറയാൻ ആഗ്രഹിച്ചുകൊണ്ട്, ഞാനിതാ എന്നെ ഉപയോഗിക്കണമേ എന്ന് പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തോടാണ്. നമ്മുടെ ഉള്ളിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വസിക്കുന്നു. അതേ ദൈവത്തിന്റെ ശക്തി ഈ ഭൂമി മുഴുവനും നിറഞ്ഞിരിക്കുന്നു. അവിടുന്ന് സർവാധിപനാണ്, സർവശക്തനാണ്, സകല കാലങ്ങൾക്കും സ്ഥലങ്ങൾക്കും അധീനനാണ്. ഈ ബോധ്യത്തോടെ എല്ലാവർക്കും ഒന്ന് കരങ്ങൾ ഉയർത്തി ഭൂമി മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന സർവചരാചരങ്ങളുടെയും സൃഷ്ടാവായ ദൈവത്തെ സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധ ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സർവശക്തനായ ദൈവമേ, ഞങ്ങളെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, അത്യുന്നതനായ ദൈവമേ, ഞങ്ങളെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാം. നമ്മുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു. ത്രിത്വൈക ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. വിശ്വാസത്തോടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മെ മാത്രം ഈശോയുടെ മുമ്പിൽ നമ്മളെല്ലാം യുണീക്കാണ്. വ്യത്യസ്തമായ ഓരോരുത്തരെയും ദൈവം എത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ബോധ്യത്തോടെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ പരിശുദ്ധ ത്രിത്വത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സ്തുതിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന് നാം കൊടുക്കുന്ന വലിയ ആദരവ്, സ്തുതിയിലൂടെ നമ്മുടെ ആത്മാവ് ദൈവവുമായിട്ട് ഐക്യപ്പെടുന്നു എന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് ചെറിയ ശബ്ദത്തിൽ നമ്മെ സ്നേഹിക്കുന്ന വ്യക്തിപരമായി നമുക്കൊന്ന് സ്തുതിക്കാം. ഈശോയെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ നാമം എന്നിൽ പൂജിതമാകണമേ. ഈശോയെ, അങ്ങയുടെ വചനത്തിന്റെ ശക്തി എന്നിലൂടെ മഹത്വപ്പെടണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തെ ആരാധിക്കാൻ നമുക്ക് അറിയാം. സ്തുതിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ദൈവവുമായി ഐക്യപ്പെടുന്നു.
ആരാധിക്കുമ്പോൾ നാം സൃഷ്ടിയാണെന്ന് ആദരവോടെ സൃഷ്ടാവിന്റെ മുമ്പിൽ അംഗീകരിക്കുന്ന പ്രതിഭാസമാണ് ദൈവ ആരാധന. കർത്താവേ, ഞങ്ങളിതാ എളിമയോടെ നിന്റെ തിരുമുമ്പിൽ ഒരു സൃഷ്ടിയുടെ മനോഭാവത്തോടെ എത്രമാത്രം ആ ഒരു ആരാധനയോടെ ഒരു സൃഷ്ടാവിനെ വീക്ഷിക്കുന്നുവോ അതേ ആരാധനയോടെ മനോഭാവത്തോടെ ഈ നിമിഷം ഞങ്ങൾ അങ്ങേ ആരാധിക്കും. ആ ദൈവത്തിൻ്റെ ആരാധനയിലേക്ക് വരുമ്പോൾ പൂർണ്ണമായി നമുക്ക് എളിമപ്പെടാം. നമ്മളൊന്നുമല്ല. ആദ്യവും ഭവ്യവും കർത്താവിൻ്റെ ദൈവത്തെ പോലെ ആകുവാൻ അവരുടേതായ മാനുഷികമായ രീതി തിരഞ്ഞെടുത്തപ്പോൾ ദൈവത്തെ പോലെ ആയിത്തീരുവാൻ എളിമയോടെ നിന്റെ തിരുമുമ്പിൽ നിന്നുകൊണ്ട് ഈശോയെ, ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയോട് ചേർന്ന് നമുക്ക് ആരാധിക്കാം. ജീവനുമെന്റെ സർവസ്വവും മുന്നിലണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ പരിശുദ്ധി നമ്മിലേക്ക് നിറഞ്ഞ് നമ്മൾ പരിശുദ്ധരായി മാറും. ബലവാനായ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ ബലം നമ്മിലേക്ക് നിറഞ്ഞ് നമ്മുടെ ബലഹീനതകൾ ബലമുള്ളതായി മാറും. പരിപൂർണനായ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ അപൂർണതകളെല്ലാം മാറ്റപ്പെട്ട് നാമം പരിപൂർണതയിലേക്ക് കടന്നു വരും. എന്താണോ നമ്മുടെ കുറവ്, ആ കുറവിൽ ദൈവത്തെ കണ്ടുകൊണ്ട് അതിൽ തികവുള്ളവനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ദൈവമേ, എൻ്റെ ദോഷതരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അനന്തജ്ഞാനമായ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. എൻ്റെ ആത്മാവിൻ്റെ വൈരോഗ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അനന്ത സൗന്ദര്യമായ ദൈവമേ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. നമുക്ക് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് കടക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലെ നാലാമത്തെ സ്റ്റെപ്പാണ് അങ്ങയുടെ രാജ്യം വരണമേ. നമുക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ രാജ്യം നമ്മിലേക്ക് കടന്നു വരുവാൻ, ആ രാജ്യം വരുമ്പോൾ അവിടെ എല്ലാം പൂർണ്ണതയാണ്. ദൈവരാജ്യത്തിൻ്റെ കൃപാവരം സഭ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ആ പൂർണ്ണമായും നമ്മൾ ദൈവത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് നമ്മെ തന്നെ വിട്ടുകൊടുക്കുക, സമർപ്പിക്കുക. ഉചിതരസ്യ പറയുന്നുണ്ട്, പൂർണ്ണമായ സമർപ്പണം അതാണ് ഒരാളെ ദൈവത്തിലേക്ക് പെട്ടെന്ന് ഒരു ലിഫ്റ്റ് പോലെ ഉയർത്തുന്ന ഏക കുറുക്കുവഴി. നമുക്ക് തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്റെ ആത്മാവിനെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്റെ മനസ്സാക്ഷിയെ സമർപ്പിക്കുന്നു. എന്റെ മനസ്സാക്ഷിയിൽ അങ്ങയുടെ രാജ്യം വരണമേ. എന്റെ മനസ്സിന്റെ 3 തലങ്ങളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ രാജ്യം വരണമേ.
ഈശോ പറഞ്ഞു, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് പ്രയോജനം? ഈ ലോകത്തിന്റെ പലതും നേടാൻ വേണ്ടി നമ്മുടെ ആത്മാവിനെ വിലയില്ലാതായി നാം മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ മേഖലകളെ ഒന്ന് സമർപ്പിക്കാൻ. ഈ ലോകത്തിന്റെ അംഗീകാരത്തിന് വേണ്ടി, ഈ ലോകത്തിന്റെ സമ്പത്തിന് വേണ്ടി, സൗന്ദര്യം, അറിവ്, എന്തിനൊക്കെയോ വേണ്ടി നമ്മുടെ ആത്മാവിൽ ദൈവം നിക്ഷേപിച്ച ദാനങ്ങളെ നമ്മൾ വിലയില്ലാതാക്കി കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ, കർത്താവേ, എൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിക്കണമേ. ഈ ലോകത്തിന്റെ അനേകം പൊടിപടലങ്ങൾ എൻ്റെ ആത്മാവിനെ നീയുമായിട്ടുള്ള ആ പ്രകാശത്തിൽ നിന്ന് അകറ്റിയിട്ടുണ്ടെങ്കിൽ, ഈശോയെ ഞാനിതാ സമർപ്പിക്കുന്നു. എൻ്റെ ആത്മാവിൽ പറ്റിപ്പൊടിച്ചിരിക്കുന്ന ഈ ലോകത്തിൻ്റെതായ പൊടിപടലങ്ങളെ തുടച്ചു മാറ്റണമേ. നമ്മുടെ മനസ്സാക്ഷിയെ സമർപ്പിക്കാൻ. മനസ്സാക്ഷിയിലുള്ള തെറ്റായ ബോധ്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ധ്യാനത്തിന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ധ്യാനത്തിൽ നമ്മൾ പ്രത്യേകമായി കൂടുതൽ വളരാൻ വേണ്ടിയാണ് നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. കൂടുതൽ വളർച്ചയ്ക്ക് ആവശ്യമായത് പ്രത്യേകിച്ച് നമ്മുടെ മനസ്സാക്ഷിയുടെ വിശുദ്ധീകരണമാണ്. മനസ്സാക്ഷിയിലാണ് ദൈവത്തിന്റെ സ്വരം നാം കേൾക്കുക. മനസ്സാക്ഷിയിലാണ് വിശ്വാസം രൂപപ്പെടുന്നത്. ഉറക്കം വരുന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ ഉള്ളൂ ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് വീട്ടിലിരുന്ന് വീണ്ടും പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ഉറക്കം വരുന്നവർക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സാക്ഷിയെ രൂപപ്പെടുത്താൻ വേണ്ടി, മനസ്സാക്ഷിയിൽ തെറ്റായ ബോധ്യങ്ങളെല്ലാം അകന്നു മാറി വിശ്വാസം വളരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോഴാണ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക. ഈശോയെ മനസ്സാക്ഷിയെ വിശുദ്ധീകരിക്കണമേ. സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളെല്ലാം എന്റെ മനസ്സാക്ഷിയിൽ നിന്ന് പിഴുതു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. പലപ്പോഴും നാം കേട്ടിട്ടുണ്ട്, വരദാനങ്ങൾക്ക് എതിരായി ഒത്തിരി ബോധ്യങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഭാഷാവരം, പ്രവചനവരം, രോഗശാന്തി വരം, ഇങ്ങനെ പല വരങ്ങൾ ഉപയോഗിക്കുമ്പോൾ മറ്റ് സഭകളിലുള്ളവരൊക്കെ പല ബോധ്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് അതിലൂടെ കയറിയിട്ടുണ്ടാവും. അവയൊക്കെ നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികൾ പിഴുതു മാറ്റുകയും സ്വർഗീയ പിതാവ് നട്ട ചെടികളെ എന്നിൽ കൂടുതൽ വളർത്തുകയും ചെയ്യണമേ. അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ പ്രാർത്ഥനയെ കുറിച്ച് നാം കേട്ടിട്ടുള്ള തെറ്റായ ബോധ്യങ്ങൾ, കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, എല്ലാം ലിമിറ്റ് വെച്ച് മതി എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. അതൊക്കെ നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മുടെ വിശ്വാസത്തെ താഴേക്ക് കൊണ്ടുപോകും. പഴഞ്ചൊല്ലുകൾ, കൗതാശിക ജീവിതത്തിൽ കൂടുതൽ വളരാൻ സാധിക്കാത്ത രീതിയിൽ നാം കേട്ടിട്ടുള്ള വിശുദ്ധ കുർബാനയ്ക്കെതിരായി, കുമ്പസാരത്തിനെതിരായി, ഓരോ കൂതാശകൾക്കും എതിരായി നാം കേട്ടിട്ടുള്ള തെറ്റായ ബോധ്യങ്ങളെ പിഴുതു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാൻ. വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവേ. എബ്രായർ 9:14 പറയുന്നു, നിന്റെ ആത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്ര അധികമായി വിശുദ്ധീകരിക്കുകയില്ല. 9:14 നമ്മുടെ മനസ്സാക്ഷിയെ വിശുദ്ധീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മനസ്സാക്ഷിയെ വിശുദ്ധീകരിക്കണം. ഞങ്ങളുടെ മനസ്സാക്ഷിയെ രൂപപ്പെടുത്തണമേ. രക്തഭക്ഷണങ്ങളിലൂടെ ഞങ്ങളുടെ മനസ്സാക്ഷിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള മേഖലകളെ വിശുദ്ധീകരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി.
ഇനിയും കർത്താവ് മനസാക്ഷിയെ തിരസ്കരിച്ചുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ടുള്ള മേഖലകളെ പരിശുദ്ധാത്മാവെ വിശദീകരിക്കണം. നമ്മുടെ മനസ്സിന്റെ 3 മേഖലകളെയും സമർപ്പിക്കാം. പലപ്പോഴും നമ്മൾ ഓർക്കാറുണ്ട്, എത്രമാത്രം വളർച്ചയിലേക്ക് വന്നിട്ടും നമ്മുടെ ചില ബലഹീനതകൾ അതിനേക്കാൾ മുകളിൽ ഉയർന്നു നിൽക്കുന്നു. വിശുദ്ധ അമ്മത്രസ്യം പറയുകയാണ്, വളർന്നു വരാൻ, ദൈവ ശുശ്രൂഷയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും ആദ്യം അവരെ ആന്തരിക സൗഖ്യം നേടണം. നമ്മുടെ മേഖലകളൊക്കെ നമുക്കറിയാം, നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, ഒത്തിരി ധ്യാനം കൂടിയിട്ടുള്ളവരാണ്. എങ്കിലും ഇനിയും നമ്മിൽ നിന്ന് വിട്ടുപോകാത്ത ചില പാപത്തിന്റെ സ്വാധീനങ്ങളും ചായ്വുകളും നമ്മുടെ ഉള്ളില്, അബോധ മനസ്സില്, ഇരുണ്ട മേഖലകളിലുണ്ട്. സമർപ്പിക്കാം. ഈശോ പറഞ്ഞു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. നമ്മുടെ ഇന്നലകളിലേക്ക് കടന്നു പോകാൻ ഈശോയുടെ ആത്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു മരുന്നിനോ ഒരു ഡോക്ടറിനോ സാധിക്കില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ എന്റെ ഇന്നലകളിലേക്ക് കടന്നുവെന്ന് എന്റെ അബോധ മനസ്സിന്റെ ഇരുണ്ട മേഖലകളിൽ ഇനിയും വിശുദ്ധീകരിക്കാതെ കിടക്കുന്ന ഇപ്പോഴത്തെ എന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്ന സ്വഭാവങ്ങളെ പൂർണ്ണമായും വിശുദ്ധീകരിക്കണമേ. നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ വിശുദ്ധീകരിക്കണമേ. കോപം, അസൂയ, സ്വാർത്ഥത, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കാത്ത നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരുന്ന സ്വാർത്ഥതകൾ, ഇത്രമാത്രം അടക്കിയിട്ടും പുറത്തേക്ക് വരുന്ന കോപത്തിന്റെ ബലഹീനതകൾ സമർപ്പിക്കണം. നമ്മുടെ അബോധ മനസ്സില് ആ കോപത്തിന് മൂല കാരണമായിരിക്കുന്ന സംഭവങ്ങളുണ്ടാവാം, നാം അറിയാത്ത മേഖലകൾ. കർത്താവേ, എൻ്റെ അബോധ മനസ്സിന്റെ ഇരുണ്ട മേഖലകളിൽ അങ്ങയുടെ ആത്മാവ് കത്തിപ്പടരട്ടെ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിന്റെ മുമ്പിൽ ഞാൻ എൻ്റെ മുട്ടുകൾ മടക്കുന്നു. പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് ചേർന്ന വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചനത്തെ നമ്മുടെ ഇന്നലകളിലേക്ക് അയച്ചുകൊണ്ട് സ്നേഹത്തിലൊരു വേരുപാകപ്പെടലുണ്ടാകണം. നമ്മുടെ അബോധ മനസ്സ് സ്നേഹത്തിൽ വേരുപാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ മാത്രമേ നമ്മുടെ ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടുകയുള്ളൂ. വിശ്വാസം വഴി ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കണമെന്നും നാം സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ഈശോയെ, എന്റെ അബോധ മനസ്സിനെ ഉപബോധ മനസ്സിലേക്ക് അങ്ങയുടെ സ്നേഹം നിറയ്ക്കണമേ. പൂർണ്ണമായും വിശുദ്ധീകരിക്കണേ കർത്താവേ. എന്റെ ബലഹീനതകൾ, എന്നിൽ പൊങ്ങി വരുന്ന ജഡത്തിന്റെ ആസക്തികൾ, അതിന്റെ മൂല കാരണങ്ങൾ, ആസക്തികളാൽ കലുഷിതനായ ഒരു പഴയ മനുഷ്യനെ പൂർണ്ണമായും പിഴുതു മാറ്റണമേ. എഫെസ്യസ് 4:22 തിരുവചനം ഇപ്രകാരം പറയുന്നു, ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെറിയുവേ. പുതിയ മനുഷ്യനെ ധരിപ്പിക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തുതി നിനക്കാണ്. ഞങ്ങളുടെ അബോധ മനസ്സിലേക്ക് നിമിഷം അങ്ങയുടെ ആത്മാവിന്റെ ശക്തി ഇറങ്ങട്ടെ. പൂർണ്ണമായ ഒരു വിശുദ്ധീകരണം ഞങ്ങൾക്ക് നൽകണമേ.
മാറ്റിക്കൊണ്ട് പുതിയ മനുഷ്യനായി യേശുവിനെ ധരിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം. നമ്മുടെ ഇന്ദ്രിയങ്ങളെ സമർപ്പിക്കും. നമുക്കറിയാം, ഇന്ദ്രിയങ്ങളിലൂടെയാണ് വരദാനങ്ങൾ പ്രകടമാകുന്നത്. പൗലോസ് ശ്ലീഹ 1:2-9 പറയുകയാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. നമ്മുടെ ഭാഗ്യമായ കണ്ണുകൾ, ചെവികൾ, നമ്മുടെ നാവ്, നമ്മുടെ സ്പർശനേന്ദ്രിയം, നമ്മുടെ ഘ്രാണേന്ദ്രിയം, ഇതെല്ലാം വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ആന്തരിക ഇന്ദ്രിയങ്ങളെ ഏറ്റെടുക്കും. അവരുടെ വരദാനങ്ങളെല്ലാം പ്രകടമാകും. ദർശനങ്ങൾ, വെളിപാടുകൾ, ഭാഷാപരങ്ങൾ, പ്രവചനപരങ്ങൾ, ഇവയെല്ലാം ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിലും ഈ ലോകത്തിൻ്റെതായ വളരെയേറെ അശുദ്ധികളുണ്ട്. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മുടെ കണ്ണുകൾ ഓടിക്കുമ്പോൾ അതിനു വേണ്ടി ഒരു വലിയ ദാഹം നമ്മുടെ കണ്ണുകളിൽ, സമയങ്ങൾ അതിനു വേണ്ടി ചെലവഴിക്കുന്ന അവസ്ഥകൾ, അതിലൂടെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ വളരെ കൂടുതൽ ലൗകികതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരവസ്ഥയെ നമ്മൾ സമർപ്പിക്കാം. കണ്ണ്, കർത്താവേ, നിന്നെ കാണുവാൻ, നിന്റെ സ്വർഗീയമായ രഹസ്യങ്ങൾ കാണുവാൻ. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. ഞങ്ങളുടെ ആത്മാവിന്റെ കണ്ണുകൾക്ക് ജീവനുണ്ടാകുവാൻ വേണ്ടി ഞങ്ങളുടെ ബാഹ്യ നയനങ്ങളെ നിയന്ത്രിക്കുവാൻ കൃപ തരണമേ. കണ്ണുകളിലൂടെ കണ്ടിട്ട് കടന്നു വന്നിട്ടുള്ള അശുദ്ധികളെല്ലാം സമർപ്പിക്കുന്നു. അത് നമ്മുടെ ആന്തരിക നയനങ്ങളെ മലിനമാക്കുന്നു. അതുകൊണ്ട് സ്വർഗീയമായതൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. ദർശനങ്ങൾ ലഭിക്കുന്നില്ല. ദർശനങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥകൾ. ആ ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മുടെ കണ്ണുകളെ സമർപ്പിക്കുമ്പോൾ വ്യക്തമായ ദർശനങ്ങൾ നമുക്ക് ലഭിക്കും. കർത്താവേ, എൻ്റെ കണ്ണുകളെ വിശുദ്ധീകരിക്കണമേ. കാതുകളെ സമർപ്പിക്കാം, ദൈവസ്വരം കേൾക്കാൻ. ഇന്ന് നമ്മൾ പലതും കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്, കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ ലോകത്തിന്റെ ന്യൂസുകൾ, പല കാര്യങ്ങൾ, വ്യക്തമായ കാര്യങ്ങൾ. കർത്താവേ, എൻ്റെ കാതുകൾക്ക് ഈ ലോകത്തോടുള്ള ദാഹത്തെ പൂർണ്ണമായും വിശുദ്ധീകരിക്കണമേ. ഈശോ പറഞ്ഞു, എൻ്റെ ആളുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, അവർ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല. അന്യരുടെ സ്വരം അറിയാത്തതിനാൽ അവ അവരിൽ നിന്ന് ഓടിയകലും. നമുക്കറിയാം, നമ്മളെ എത്ര കാലം അപരിചിതന്റെ ശബ്ദത്തിൽ നിന്ന് ഓടിയകലാൻ എത്രമാത്രം നാം ശ്രമിക്കുന്നുവോ അതനുസരിച്ച് ദൈവത്തിന്റെ സ്വരം നാം ശ്രമിക്കാൻ തുടങ്ങും. കർത്താവേ, ഈ ലോകമാണ് എൻ്റെ അപരിചിതത്വം വെളിപ്പെടുത്തേണ്ടത്. ഈ ലോകത്തിന് ഞാൻ അപരിചിതനാണ്. അപരിചിതന്റെ ശബ്ദം കേൾക്കുമ്പോൾ അതിൽ നിന്ന് ഓടിയകലാൻ എൻ്റെ കാതുകളെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ കാതുകൾ നിന്നിലേക്ക് തിരിയട്ടെ. ദൈവസ്വരം കേൾക്കണം കർത്താവേ. പരിശുദ്ധ അമ്മ ദൈവസ്വരം ശ്രമിച്ചു. അപ്പസ്തോലന്മാർ ദൈവത്തിന്റെ സ്വരം ശ്രമിച്ചു. രക്തസാക്ഷികൾ ദൈവസ്വരം ശ്രമിച്ചു. അനേകം വിശുദ്ധൻ ആ സ്വരം കേട്ട് കർത്താവിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചു. ഈശോയെ, എൻ്റെ കാതുകൾ നിന്റെ സ്വരം കേൾക്കട്ടെ. നാവിനെ സമർപ്പിക്കാൻ. നാവ് വളരെ ചെറിയ
ചെറിയ അവയവമാണ്, എങ്കിലും അതിന് സകലത നശിപ്പിക്കാൻ തക്കവിധം കപ്പാസിറ്റി ഉണ്ട്. നമ്മുടെ നാവിനെ ദൈവകരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ നാവിനെ എപ്പോഴും സംസാരിക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ ആണല്ലേ, നാവിനെ വിട്ടുകൊടുക്കുക. നാവിനെ ദൈവത്തിന്റെ വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എന്റെ നാവ് പോലെയാകും. വിലകെട്ടവ പറയാനുള്ള ദാഹത്തെ നമുക്ക് വിട്ടുകൊടുക്കാം. ഈശോയെ, ഇന്ന് മുതൽ എന്റെ നാവ് നിന്റെ സദ്വചനം സംസാരിക്കുന്ന നാവാക്കി മാറ്റണമേ. ഇന്നലകളിൽ എന്റെ നാവിലൂടെ ഞാൻ ആരെല്ലാം മുറിപ്പെടുത്തിയിട്ടുണ്ടോ, ആരുടെയെല്ലാം ജീവിതം തകർത്തിട്ടുണ്ടോ, എന്റെ വാക്കുകളിലൂടെ ആരുടെ എല്ലാം ഹൃദയം തകർന്നു പോയിട്ടുണ്ടോ, എന്റെ നാവിനെ സുഖപ്പെടുത്തണേ കർത്താവേ. ഒരു പുതിയ അഭിഷേകം എന്റെ നാവിന് നൽകണമേ. ഒരു തീരുമാനമെടുക്കാം, വ്യർത്ഥതകളിൽ നിന്ന് എന്റെ നാവിനെ സംരക്ഷിക്കണമേ. വ്യർത്ഥഭാഷണം പറയാതെ നമ്മുടെ നാവിനെ നിയന്ത്രിക്കുമ്പോൾ നമ്മുടെ നാവിലൂടെ പ്രവചനങ്ങൾ ഉണ്ടാകും. സങ്കീർത്തനം 39 പറയുകയാണ്, ഞാൻ പറഞ്ഞു, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എന്റെ വഴികൾ ശ്രദ്ധിക്കും. എന്റെ മുമ്പിൽ ദുഷ്ടമുള്ളിടത്തോളം കാലം നാവിന് ഞാൻ കടിഞ്ഞാണിടും. അങ്ങനെ സങ്കീർത്തകൻ മൂകനും നിശബ്ദനുമായിരുന്നു. എന്റെ നിശബ്ദത നിഷ്ഫലമായി, എന്റെ ഉള്ളിൽ ഹൃദയം ജ്വലിച്ചു, ഞാൻ സംസാരിച്ചു. ഇതാണ് നാവ് ദൈവത്തിന്റെ മുമ്പിൽ കൊടുക്കുമ്പോൾ, നാവിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ, അതിനുശേഷം ദൈവവചനത്തെ കുറിച്ച് സങ്കീർത്തകൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിശബ്ദനാകാതിരിക്കാൻ പറ്റിയില്ല എന്ന് പറയാം. എന്റെ ഉള്ളിൽ ഹൃദയം സ്ഥാപിച്ചു, ഞാൻ ചിന്തിച്ചപ്പോൾ അത് കത്തി ജ്വലിച്ചു, ഞാൻ സംസാരിച്ചു. ഇങ്ങനെ ദൈവവചനം വ്യർത്ഥഭാഷണങ്ങളിൽ നകന്ന് ദൈവവചനം ധ്യാനിക്കുമ്പോൾ അത് നമ്മിൽ കത്തിജ്വലിച്ച് നാം ദൈവത്തിന്റെ പ്രവാചകരായി മാറും. പ്രവചനങ്ങൾ നമ്മുടെ നാവിലൂടെ പുറത്തു വരും. പ്രാർത്ഥിക്കാം, എന്റെ നാവിനെ വിശുദ്ധീകരിക്കണമേ. ശക്തമായ പ്രവചനങ്ങൾക്ക് വേണ്ടി എന്റെ നാവിനെ വിശുദ്ധീകരിക്കണമേ. ശക്തമായ ഭാഷാബലങ്ങളിലൂടെ പ്രാർത്ഥിക്കുവാനും പ്രവചിക്കുവാനും വിവിധ ഭാഷകളിൽ തിരുവചനം പ്രഘോഷിക്കാൻ തക്ക വിധം എന്റെ നാവിനെ വിശുദ്ധീകരിക്കണമേ. സ്പർശനേന്ദ്രിയത്തെ സമർപ്പിക്കാം. ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിയുവാൻ എന്റെ സ്പർശനേന്ദ്രിയത്തെ വിശുദ്ധീകരിക്കണമേ. എന്റെ സ്പർശനേന്ദ്രിയത്തിൽ കർത്താവേ, അങ്ങയുടെ ആലിംഗനത്തിന് വേണ്ടിയുള്ള ഒരു വലിയ ദാഹം, അതിനെതിരായി ഈ ലോകത്തിനോടുള്ള ആസക്തികൾ വിശുദ്ധീകരിക്കണം കർത്താവേ. ഘ്രാണേന്ദ്രിയത്തെ വിശുദ്ധീകരിക്കണമേ. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു, എന്റെ ഘ്രാണേന്ദ്രിയത്തെ ദൈവം വിശുദ്ധീകരിച്ചപ്പോൾ ആ സ്വർഗീയമായ പരിമളത്തിന് വേണ്ടി എന്റെ ഉള്ളിൽ കൂടുതൽ ദാഹിക്കാൻ തുടങ്ങി. സ്വർഗീയമായ വിശ്വാസത്തിനു വേണ്ടി എന്റെ ആത്മാവ് ദാഹിക്കാൻ തുടങ്ങി. ദൈവമേ, എന്റെ 5 ഇന്ദ്രിയങ്ങളെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. സ്തുതിച്ച് പ്രാർത്ഥിച്ച് ശക്തമായ വരദാനങ്ങൾക്ക് വേണ്ടി നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെ വിട്ടുകൊടുത്തുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെല്ലാം വിശുദ്ധീകരിക്കണമേ. 5 ഇന്ദ്രിയങ്ങളെയും വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, കത്തിപ്പടരണമേ. ഞങ്ങളുടെ 5 ഇന്ദ്രിയങ്ങളെയും വിശുദ്ധീകരിക്കണമേ. നമ്മുടെ ചിന്തകളെയും ഭാവനകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ചിന്തകളിലും ഭാവനകളിലും
പുറത്തേക്ക് നമുക്കൊന്നും കാണുന്നില്ലെങ്കിലും എപ്പോഴും നമ്മുടെ ചിന്തകള്, ഭാവനകള് വ്യക്തതയിലേക്ക് കടന്നു പോകുന്നത് അറിയാം. നമുക്ക് ദൈവവചനത്തെ ഭാവനയിൽ കാണാൻ പറ്റാത്ത അവസ്ഥ, സ്വർഗീയ കാര്യങ്ങളെ ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ. അമ്മ ത്രേസ്യ പറയുകയാണ്, ആത്മീയമായി ദൈവം വളർത്തിയപ്പോൾ സുവിശേഷത്തിൽ സംഭവിച്ച ഓരോ അത്ഭുതങ്ങളെയും ഹൃദയത്തിൽ നടക്കുന്നതായി കാണുമായിരുന്നു. എന്റെ ഹൃദയത്തിൽ ഈശോ നടന്നു വരുന്നതും, എന്റെ ഹൃദയത്തിൽ അപ്പസ്തോലന്മാരും, എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടന്നതൊക്കെ എൻ്റെ ഉള്ളിൽ ഞാൻ ഭാവനയിൽ കണ്ടു. അങ്ങനെ എൻ്റെ ഭാവനകൾ വിശദീകരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഡോക്ടർ ഓഫ് ദി ചർച്ച്, ദൈവത്തിന്റെ സഭയുടെ വേദപാരംഗതയായി മാറത്തക്ക വിധം വലിയ വലിയ സ്വർഗീയമായ വെളിപ്പെടുത്തലുകൾ അമ്മ ത്രേസ്യയ്ക്ക് ലഭിച്ചത്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ലോകത്തിൻ്റെതായ ഭാവനകളും വ്യർത്ഥതകളും എല്ലാം മാറ്റിക്കൊണ്ട് ഈശോയെ ദൈവവചനത്തെ ധ്യാനിക്കുവാൻ, കർത്താവിൻ്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കുവാൻ എൻ്റെ ഭാവനകളെ വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്റെ ശരീരത്തെ ഞാൻ സമർപ്പിക്കുന്നു, എന്റെ ഓരോ അവയവങ്ങളെയും സമർപ്പിക്കുന്നു, എന്റെ ആത്മീയ ജീവിതത്തെ സമർപ്പിക്കുന്നു, എന്റെ കുടുംബത്തെയും എന്റെ ശുശ്രൂഷ മേഖലകളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു, എന്റെ ബലഹീനതകളെ സമർപ്പിക്കുന്നു, എന്റെ സമയങ്ങളെ സമർപ്പിക്കുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി എന്റെ സമയങ്ങളെ ഏറ്റെടുക്കണമേ. എന്റെ ആരോഗ്യത്തെ ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. എന്റെ കഴിവുകളെയും എന്റെ നന്മകളെയും എനിക്ക് ലഭിച്ച അറിവുകളും ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. എന്നെ പൂർണ്ണമായും വിശുദ്ധീകരിക്കണമേ. ഒരു പുതിയ സൃഷ്ടിയാക്കി എന്നെ രൂപാന്തരപ്പെടുത്തണമേ. വലിയ കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ ശുദ്ധീകരിക്കണമേ. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ. പൂർണ്ണമായും വിശുദ്ധീകരിക്കുവാൻ വേണ്ടി ദാഹിച്ചുകൊണ്ട് ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ തന്നെ ശുദ്ധീകരിക്കുമ്പോൾ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയ പാത്രങ്ങളായി മാറും. വിശുദ്ധീകരിക്കാൻ വേണ്ടി ദാഹിക്കുക. പരിശുദ്ധാത്മാവേ, വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ പിതം സ്വർഗ്ഗത്തിലെ പോലെ എന്നിലാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, വിശുദ്ധീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ഇനി അടുത്ത് പോകാൻ ശക്തീകരണം. നമ്മൾ വരദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിന്നോട് തന്നെ പ്രാർത്ഥിക്കാം. തീക്ഷ്ണതയോടെ ദാഹിക്കണം. പൗലോസ് പറയുകയാണ്, ഉത്കൃഷ്ടദാനങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണമായി അപേക്ഷിക്കുവിൻ. ദാഹിക്കുന്നവരെ ലഭിക്കുള്ളൂ, അല്ലെ? എത്രമാത്രം ദാഹിക്കുന്നുവോ അതനുസരിച്ച് കിട്ടും. നമുക്ക് ഈ നിമിഷം നമ്മുടെ അടുത്ത സ്റ്റെപ്പാണ്, അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും വരങ്ങളും ദാനങ്ങളുമാകുന്ന ആഹാരം, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഫലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹം, സമാധാനം, ആനന്ദം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എന്നെല്ലാം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. സ്നേഹമാണ് സർവോത്കൃഷ്ടം. ആ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നു. മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഓ എന്റെ കർത്താവേ, സ്നേഹം നിറയ്ക്കണമേ. എന്റെ ശുശ്രൂഷാ മേഖലകളിൽ സ്നേഹം നിറയ്ക്കണമേ. ഒരിക്കലും
ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹം എൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കണമേ. സകലതിനെയും അതിജീവിക്കുന്ന സ്നേഹം. സ്നേഹത്തിന് വേണ്ടി ദാഹിക്കണം. ആ സ്നേഹമാണ് നമ്മൾ യേശുവിൻ്റെ ശിഷ്യരാണെന്ന് സ്നേഹത്തിലൂടെയാണ് മറ്റുള്ളവർ അറിയുക. കർത്താവേ, അങ്ങയുടെ സ്നേഹം മാത്രം മതി. കർത്താവേ, സമാധാനം നൽകണമേ, ആനന്ദം നൽകണമേ, സുവിശേഷത്തിൻ്റെ ആനന്ദം. ശുശ്രൂഷകരായിരിക്കുമ്പോൾ നമ്മുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ തന്നെ അവർ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആനന്ദം. എൻ്റെ കർത്താവേ, ആനന്ദം എനിക്ക് നൽകണമേ, ക്ഷമ നൽകണമേ. സ്നേഹം ശാന്തി ആനന്ദത്താൽ ക്ഷമയാദേയ നന്മയാ. സ്നേഹം ശാന്തി ആനന്ദത്താൽ ക്ഷമയാദേയ നന്മയാ. ഹൃദയം നിറയ്ക്കണമേ, വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും പുതുചൈതന്യം ചൊരിയണമേ, പുതുചൈതന്യം ചൊരിയണമേ. ദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ജ്ഞാനം, വിവേകം, അറിവ്. പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ. തിരുവചനം പറയുന്നു, ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല. ജ്ഞാനം സകലതും ക്രമപ്പെടുത്തുന്നു. ഏതെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. മാറ്റത്തിന് അധീനയാകാതെ വിശുദ്ധ ചേതനകളിലേക്ക് ഇറങ്ങി അവരെ ദൈവമക്കളും പ്രവാചകരുമാക്കി മാറ്റുന്നു. ജ്ഞാനം നൽകണമേ. ജ്ഞാനം, വിവേകം, അറിവ്. പരിശുദ്ധാത്മാവേ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ്. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ അവനിലാണല്ലോ ഒളിഞ്ഞു കിടക്കുന്നത്. അറിവ് കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ജ്ഞാനം നൽകണം, വിവേകം, അറിവ് നൽകണമേ. ഹല്ലേലൂയ. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിന്റെ മഹത്വത്തെ കുറിച്ചുള്ള അറിവ് കൊണ്ട് നിറയും. പരിശുദ്ധാത്മാവേ, ജ്ഞാനം, വിവേകം, അറിവ് നൽകണം. ദൈവഭയം, വിശ്വാസം, ആത്മധൈര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ധാരങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണം. വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഭാഷാവരം ഇന്നലെ നമ്മൾ കേട്ടു. വാതിലാണ് ഭാഷാവരം, മറ്റു വരങ്ങളിലേക്കുള്ള വാതിൽ. പെന്തക്കോസ്തായില് സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പഴയ നിയമത്തിൽ ഇല്ലാത്തതും പുതിയ നിയമത്തിൽ തുറക്കപ്പെട്ടതുമായ വരമാണ് ഭാഷാവരം. അതിലൂടെയാണ് മറ്റുള്ള വരങ്ങളിലേക്ക് നാം പ്രവേശിക്കുക. നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാൻ, ഭാഷാവരത്തിൽ പാടാൻ, പ്രാർത്ഥിക്കാൻ,
ഭാഷാവരത്തിൽ പ്രവചിക്കാൻ, വിവിധ ഭാഷകളിലൂടെ സുവിശേഷം പ്രഘോഷിക്കാൻ ഈ ഒരു വരം പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് നൽകണമേ. ഭാഷാവരം നൽകണമേ. പ്രവചനവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രവചനവരം കർത്താവ് എൻ്റെ നാവിൽ അവിടുത്തെ വചനം വെച്ച് തരാൻ പ്രാർത്ഥിക്കുക. ഈശോയെ, എൻ്റെ നാവ് നിന്റെ നാവായി രൂപാന്തരപ്പെടട്ടെ. പ്രവചിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ, ഒരു ദേശത്തെ മുഴുവനും മാറ്റിമറിക്കുന്ന രീതിയിലുള്ള പ്രവചനങ്ങൾ, ലോകത്തിന്റെ അന്ധകാരത്തെ പ്രകാശത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രവചനങ്ങൾ, പുതിയ സൃഷ്ടികർമ്മങ്ങൾ നടത്തുവാനുള്ള പ്രവചനങ്ങൾ. പഴയ നിയമത്തിൽ പ്രവാചകർ പ്രവചിച്ചപ്പോൾ അസ്ഥികൾ ജീവൻ പ്രാപിച്ചു. സൂര്യനും ചന്ദ്രനും നിന്നിടത്ത് നിന്നു. കർത്താവേ, പുതിയ നിയമത്തിലെ ദൈവ തേജസ്, അതിനേക്കാൾ തേജസ്സാർന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രവചന വരം നൽകണമേ. ശക്തമായ പ്രവചനങ്ങൾ, ലോകത്തിന്റെ ഗതി മാറ്റി മറിക്കുന്ന പ്രവചനങ്ങൾ, പ്രവചന വരത്തിന് വേണ്ടി ദാഹിക്കുക. വ്യാഖ്യാന വരം, പ്രവചനങ്ങളെ വ്യാഖ്യാനിക്കുവാനുള്ള വരം, വ്യാഖ്യാന വരം നൽകണമേ. നമുക്ക് പ്രകാരം പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, പ്രവചന വരം നൽകണമേ, വ്യാഖ്യാന വരം നൽകണമേ, വിവേചന വരം നൽകണമേ, രോഗശാന്തി വരം നൽകണമേ, ആത്മാക്കളെ വിവേചിച്ചറിയുവാനുള്ള വരം, പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനുള്ള വരം എനിക്ക് നൽകണമേ. അത്ഭുതവരം നൽകണമേ. വിശ്വാസത്തിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ വരം നൽകണമേ. മധ്യസ്ഥ പ്രാർത്ഥനാ വരം നൽകണമേ. വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാൻ വരം നൽകണമേ. പ്രബോധന വരം നൽകണമേ. പ്രഘോഷണ വരം നൽകണമേ. ലോകസ്ഥാപനം ഒരു നിഗൂഢമായതും ഒരിക്കലും കണ്ടിട്ടില്ലാത്തതുമായ പുതിയ വരദാനങ്ങൾ സുവിശേഷവൽക്കരണത്തിന് വേണ്ടി എനിക്ക് നൽകണമേ. വിളിച്ച് പ്രാർത്ഥന എല്ലാവരും കൊടുക്കും. ശക്തമായ ഭാഷാവരങ്ങൾ, ശക്തമായ പ്രവചനങ്ങളുടെ നിമിഷം ആത്മാവിൽ നമ്മിലേക്ക് വർഷിക്കുന്നത് എല്ലാവരും നാമങ്ങളെ സ്തുതിക്കുക. നാമത്തെ വിട്ടുകൊടുക്കുന്നവരെ സ്തുതിക്കുക. നാമങ്ങളുടെ എല്ലാവരും നാമൻ അതിനെ ഉയർത്തുക. അതിനെ ഉയർത്തുക. ശക്തം പുതിയ പുതിയ ഭാഷകൾ
വരുമ്പോൾ അതിനെ സ്വീകരിക്കുകയും ആ ജ്വലനത്തിലേക്ക് പൂർണ്ണമായി വിശ്വസിക്കുക. പ്രവചനം കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ കർത്താവ് തന്നെ നടത്തും. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ കർത്താവ് തന്നെ നടത്തും. ഇതെല്ലാം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ധാരാളം ഈശോ പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ വാക്ക് ഞാൻ നിന്റെ മുൻപേ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈശോയുടെ വചനത്തിന് ആ വചനം വിത്ത് പോലെ പാകിയാൽ മാത്രമേ അത് മുളച്ച് വലുതായി വലിയ വൃക്ഷമാകുകയുള്ളൂ. ആ വിത്താണ് പ്രവചനം. പ്രവചനത്തിലൂടെ അല്ലാതെ ദൈവം ഒരു കാര്യവും ചെയ്യാറില്ല. ആ പ്രവചനത്തിൽ നമ്മൾ രണ്ട് കൈ അടിച്ച് കണ്ടു. വചനവും പരിശുദ്ധാത്മാവും ഒന്നിച്ച് അത് ശബ്ദമായി അത് ഭൂമിയിൽ ഹൃദയങ്ങളിൽ നടുന്നു. അത് സംഭവിക്കുന്നു. അതാണ് മുൻപേ പോകുന്നു. ഞാൻ നല്ല ഇടയനാണ്, ഞാൻ നിത്യവചനമാണ്, എന്നാൽ ഞാൻ നിങ്ങളുടെ മുൻപേ പോകുന്നു. മുൻപേ പോകുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം പ്രവചനം വരും. ആ പ്രവചനത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് മുളയ്ക്കും, അത് നടും, അത് വലുതാവും. പിന്നെ അതിനെ നയിക്കുന്ന മറ്റ് പ്രവചനങ്ങൾ വരും. വെള്ളമൊഴിക്കാനും വളമിടാനും എല്ലാം ആത്മാവിനാൽ നയിക്കുന്ന അവസ്ഥ വരും. നേരിതായിട്ട് സ്തുതിക്കുക, നേരിതായിട്ട് സ്തുതിക്കുക. പ്രവചനത്തിനായി കാതോർക്കുക. കർത്താവേ ഞങ്ങളോട് സംസാരിക്കണമേ, കർത്താവേ ഞങ്ങളോട് സംസാരിക്കണമേ, കർത്താവേ ഞങ്ങളോട് സംസാരിക്കണമേ. ഇത് ഭാഷാവരത്തിലുള്ള പ്രവചനമാണ്. അതിനെ വ്യാഖ്യാനിക്കുന്നതാണ് അടുത്ത വരം. ഭാഷാവരത്തിൽ കർത്താവ് സംസാരിക്കുമ്പോൾ അത് വ്യാഖ്യാനിക്കുന്നതിനുള്ള വരം നമുക്ക് തരും. ഭാഷാവരത്തിൽ സംസാരിക്കുന്നതൊന്ന്, ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുന്നത് മറ്റൊന്ന്. ഇത് ഭാഷാവരത്തിലുള്ള സംസാരമാണ്. സ്പീക്കിംഗ് ഇൻ ടങ്സ്. ശക്കല്ല മക്കല്ല, റബ്ബുല മക്കല്ല, കറബാക്കീര മക്കല്ല, റബിയല മക്കല്ല. എൻ്റെ ജനമേ, ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, ഞാനാണ് നിങ്ങളെ വളർത്തിയത്, ഞാനാണ് നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. എന്റെ അഭിഷേകം അനന്തമാകുന്നു. എന്റെ അഭിഷേകം അളവില്ലാത്തതാകുന്നു. എന്റെ അഭിഷേകത്തിലൂടെ മാത്രമേ സുവിശേഷം പ്രസരിക്കുക. നിങ്ങളിൽ ഞാൻ വലിയ
അഭിഷേകം കർത്താവ് പറഞ്ഞു, അത് സംഭവിക്കും, അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യത്തിൽ തുറന്ന് സ്തുതിക്കുക. നിങ്ങളിൽ പലർക്കും ദർശനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പ്രവചനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ശബ്ദമുയർത്തി പറയുക, പ്രഘോഷിക്കുക.
ശാന്തമായി ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഈശോയുമായിട്ട് ഒരു പ്രണയ സ്നേഹം, ഒരു പ്രണയം, ഈശോയുമായിട്ടൊരു പ്രണയം. ഈശോ നമ്മുടെ മണവാളനും നമ്മുടെ ആത്മാവ് മണവാട്ടിയുമാണ്. രാജകുമാരി സ്വർണ്ണക്കസ ഉടയാട ചാർത്തി അന്തഃപുരത്തിൽ ഇരിക്കുന്നു. വർണ്ണശബളമായ അങ്കിയണിയിച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. കന്യകമാരായ തോഴിമാർ അവൾക്ക് അകമ്പടി സേവിക്കുന്നു. ഭരിതരായവർ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു. നമ്മുടെ ഹൃദയം ആ പുതിയ ജെറുസലേം ദൈവത്തോടൊപ്പം ഉയർപ്പിന്റെ അനുഭവത്തിൽ ജീവിക്കുന്നതാണ്. വരാനിരിക്കുന്നവൻ ഇപ്പോൾ തന്നെ നമ്മളിലുണ്ട്. അന്ത്യദിനത്തിൽ ഈശോ വരും, എല്ലാവരെയും ഉയർപ്പിക്കും. കണ്ണ് ചിമ്മുന്ന നേരം കൊണ്ട് എല്ലാവരും രൂപാന്തരീകരിക്കപ്പെടും. എല്ലാവരും ഈശോയുടെ ബുദ്ധിത ശരീരമായി ഒന്നായി രൂപാന്തരീകരണമലയിൽ ഈശോ രൂപാന്തരീകരിക്കപ്പെട്ട പോലെ, മോശയും ഏലിയായും രൂപാന്തരീകരിക്കപ്പെട്ട് കണ്ട പോലെ നമ്മളെല്ലാവരുടെയും മരിച്ച ശരീരം ഉയർത്ത് സ്വർഗീയ ശരീരമായി ദൈവത്തോടൊപ്പം നമ്മൾ വസിക്കും. ചെറിയവരെല്ലാം വലിയവരൊപ്പം ഇപ്പോൾ തന്നെ നമ്മൾ ആ ശരണത്തിലാണ്. അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർപ്പ് ഞങ്ങൾ പ്രഘോഷിക്കുന്നു, അങ്ങയുടെ വീണ്ടും വരവ് ഞങ്ങൾ നോക്കി പാർക്കും. ആ വീണ്ടും വരുന്ന ഈശോ ഇപ്പോൾ തന്നെ നമ്മളിലുണ്ട്. ഉയർപ്പിന്റെ ശക്തിയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളുടെയും പ്രവർത്തനത്തിന്റെ കാരണവും അതിന്റെ ആവശ്യം. 3 പെന്തക്കോസ്തായ്ക്ക് ശേഷം ഉടന്തനെ സുഖപ്പെടുത്തിയപ്പോൾ എല്ലാവരും പത്രോസിനെയും യോഹന്നാനെയും സൂക്ഷിച്ചു നോക്കുന്നത് കണ്ട് അവർ നിങ്ങൾ ഞങ്ങൾ നോക്കണമെന്നില്ല, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന് ഈശോ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവന്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് ഈ അത്ഭുതങ്ങളുടെ ആവശ്യം. ഉയർപ്പിന്റെ സാക്ഷ്യമാണ് ക്രിസ്തീയത എന്ന് പറയുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ശക്തിയെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ പ്രകടമാക്കി കാണിക്കുന്നതാണ് അത്ഭുതങ്ങൾ പറയാൻ. നമ്മൾ ഒരു ചെറിയ കാര്യം കൂടി ഒന്ന്, അല്ലെങ്കിൽ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൗലോസ്ലീഹ ഈ 3 അധ്യായങ്ങളിൽ 1 കൊരിന്ത്യർ 12, 13, 14 ഈ 3 അധ്യായങ്ങളാണ് വരദാനങ്ങളെ കുറിച്ചുള്ള പ്രബോധനം. എന്നാൽ 12-ാം അധ്യായത്തിന്റെ അവസാനം പൗലോസ്ലീഹ പറയുന്നുണ്ട്,
ഉത്കൃഷ്ടമായ ദാനങ്ങൾക്കായി നിങ്ങൾ തീഷ്ണതയോടെ അഭിലഷിക്കുവിൻ. ഉത്തമമായ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മനസ്സിലായോ? അതെന്താണത്? അതാണ് 13-ാം അധ്യായം. അവിടെ പറയുന്നത്, ഈ വരങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടായാലും നിങ്ങൾ ഭാഷാവരത്തിൽ സംസാരിച്ചാലും മാലാഖമാരുടെ ഭാഷയിൽ സംസാരിച്ചാലും, അതിനുള്ളതാ സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലർക്കുന്ന താളമോ. എനിക്ക് പ്രവചനവരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിധം വിശ്വാസം എനിക്കുണ്ടായാലും, എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, സ്നേഹമില്ലെങ്കിൽ ഒരിക്കൽ കൂടി, സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. അപ്പൊ എന്നിട്ട് 4 മുതൽ 8 വരെയുള്ള വചനങ്ങളിൽ 16 കാര്യങ്ങൾ സ്നേഹത്തിന്റെ ഗുണങ്ങൾ സ്നേഹത്തിലൂടെ പ്രാപിക്കേണ്ടത് നമ്മൾ എഴുതിയിരിക്കാനാണ്. ഇത് നിങ്ങൾ നോട്ട് എഴുതി 16 പോയിന്റ് 1, 2, 3 എന്ന് ഒരു പേജ്, ഒരു പുതിയ പേജ് എടുത്തു. അതിൽ 1, 2, 3 എന്ന് 16 പോയിന്റ്. അതിനകത്ത് 1-ാമത്തെ പോയിന്റ്, സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്. നമ്മളുടെ അവസ്ഥ എന്താണ്? നമുക്ക് ദീർഘക്ഷമയുണ്ടോ? അത് പരിശോധിച്ച് നോക്കൂ. എത്ര % ഉണ്ട്? 50% ഉണ്ടോ? 50% ഉണ്ടെങ്കിൽ ബാക്കി എങ്ങനെ കിട്ടും? സ്നേഹം അറിയണം. സ്നേഹം അപ്പോൾ നമ്മൾ ആത്മശോധന ചെയ്യണം. ദീർഘക്ഷമയുണ്ടോ? ഇല്ലെങ്കിൽ അതിൻ്റെ കാരണം നമ്മളിൽ വേണ്ടത്ര സ്നേഹം നടന്നിട്ടില്ല, അഥവാ ദൈവസ്നേഹത്തിന് വേണ്ടി നമ്മൾ വേണ്ടത്ര പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പോൾ അവിടെ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ എനിക്ക് ദീർഘക്ഷമ തരുന്ന സ്നേഹം കൊണ്ട് നൽകണേ. ഇനി രണ്ടാമത് സ്നേഹം ദയയുള്ളതാണ്. സ്നേഹം ദയയുള്ളതാണ്. നമുക്ക് ദയയുണ്ടോ? മറ്റുള്ളവരോട് ദയ തോന്നുന്നുണ്ടോ? തോന്നുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം സ്നേഹം നമ്മളിൽ പൂർണ്ണമായി നടന്നിട്ടില്ല. അതിന് പ്രാർത്ഥിക്കണം. വ്യക്തിപരമായ പ്രാർത്ഥനയിൽ സ്നേഹം. 2, സ്നേഹം അസൂയപ്പെടുന്നില്ല. നമുക്ക് അസൂയുണ്ടോ? അസൂയില്ലാത്തവരാരവിടെയല്ലേ? അപ്പൊ എങ്ങനെ നമ്മളിൽ അസൂയ അകറ്റാൻ പറ്റും? സ്നേഹമോട് അറിയണം. അടുത്തത്, സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല. നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ ആത്മപ്രശംസ ചെയ്യുന്ന സ്വഭാവമുണ്ടെങ്കിൽ അതെങ്ങനെ മാറും? സ്നേഹം കൊണ്ട് അറിയണം. അടുത്തത്, സ്നേഹം അഹങ്കരിക്കുന്നില്ല. നമ്മൾക്ക് അഹങ്കാരമുണ്ടോ? അതെങ്ങനെ മാറ്റാം? നമ്മൾ സ്നേഹം കൊണ്ട് അറിയണം. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല. നമ്മുടെ അവസ്ഥ എന്താണ്? സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. എത്ര പോയിന്റായി? 7. 8, സ്നേഹം കോപിക്കുന്നില്ല. അപ്പോ കോപം നമ്മളിൽ ഉണ്ടെങ്കിൽ കോപം എങ്ങനെ മാറ്റാം? സ്നേഹം നമുക്കറിയാം. സ്നേഹം കോപിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ടതാണ്. സ്നേഹം കോപിക്കുന്നില്ല. അപ്പോൾ രാവിലെ തന്നെ ഇതെല്ലാം പ്രാർത്ഥിച്ചാൽ അന്നത്തെ ദിവസം നമ്മൾ കോപിക്കാതെ കടന്നു വരും. സ്നേഹം വിദ്വേഷം പുലർത്തുന്നില്ല.
വിദ്വേഷം പുലർത്തുന്നില്ല. നമ്മളിൽ വിദ്വേഷമുണ്ടോ? നമ്മൾ വിദ്വേഷമുള്ള ചില മേഖലകളിൽ നിന്ന് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? അത് ഉണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റാം? സ്നേഹം കൊണ്ട് തടയണം. സ്നേഹം അനീതിയിൽ സന്തോഷിക്കുന്നില്ല. മറ്റുള്ളവരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അനീതി കാണുമ്പോൾ അതിൽ സന്തോഷിക്കുന്നില്ല. സ്നേഹം അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല. സത്യത്തിൽ ആഹ്ലാദപ്പെടുന്നു. സ്നേഹം സത്യത്തിൽ ആഹ്ലാദപ്പെടുന്നു. സ്നേഹം 12 സ്നേഹം സകലതും സഹിക്കുന്നു. നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിന്റെ കാരണം എന്താ? നമ്മൾ സ്നേഹത്തിൽ കൂടുതലായിട്ടുണ്ട്. സ്നേഹം സകലതും സഹിക്കുന്നു. സ്നേഹം സകലതും വിശ്വസിക്കുന്നു. സ്നേഹം സകലതും പ്രത്യാശിക്കുന്നു. സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. അവസാനത്തെ 4 പോയിന്റ്. സ്നേഹം സകലതും സഹിക്കുന്നു. സ്നേഹം സകലതും വിശ്വസിക്കുന്നു. സ്നേഹം സകലതും പ്രത്യാശിക്കുന്നു. സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇത് 16 പോയിന്റ്. ഈ 16 പോയിന്റും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ച് നമ്മൾ സ്നേഹം കൊണ്ട് നിറഞ്ഞാൽ മാത്രമേ നമ്മുടെ അഭിഷേകം ശക്തമാവുകയുള്ളൂ. നമ്മുടെ ശുശ്രൂഷകൾ സ്നേഹത്തിൽ വേരൂന്നിയതായിരിക്കുള്ളൂ. ഇപ്പൊ നമ്മൾ ശാന്തമായി ബ്രേക്ക്ഫാസ്റ്റിന് പോകുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തിരിച്ചു വരാം. എന്നിട്ട് നമ്മൾ ഈ സമയത്ത് കുറച്ച് ആന്തരികമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിശബ്ദമായിട്ട് നമുക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പോയാലോ? ഈ സ്നേഹത്തിന്റെ ഈ മേഖലകൾ നിങ്ങളൊന്ന് എടുത്ത് പ്രാർത്ഥിച്ചോളൂ.